കേരളത്തിലെ അറിയപ്പെടുന്ന ഒരുപാട് നാഗക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തിയിട്ടും ഫലം ലഭിച്ചില്ലെന്ന് തോന്നുന്ന നിരവധി ഭക്തർ ഒടുവിൽ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രമുണ്ട്. എറണാകുളം ജില്ലയിലെ ഉദയംപേരൂരിലുള്ള സപ്തമാതൃക്ഷേത്രമായ ആമേട ക്ഷേത്രം. ഹായ്, എല്ലാവർക്കും മകം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൽ സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള ടെമ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസാണ് നമ്മൾ ഇടുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പേര് ആമേട എന്നാണ്. പരശുരാമനുമായി ബന്ധപ്പെട്ടുള്ള ഒരു കഥയാണ് ഇവിടെ പറയാനുള്ളത്. പരശുരാമൻ ഒരിക്കൽ വേമ്പനാട്ട് കായൽക്കരയിൻ്റെ തീരത്തൂടെ യാത്ര ചെയ്യുകയായിരുന്നു. ആ സമയത്ത് സൂര്യാസ്തമയ സമയത്താണ് അദ്ദേഹം കായൽക്കരയിൽ ഒരു ദിവ്യ തേജസ് കാണുന്നത്. ആ ദിവ്യ തേജസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കായലിൻ്റെ മധ്യത്തിലേക്ക് നടന്നിറങ്ങി. ആ സമയത്ത് അദ്ദേഹം കണ്ടത് ആമകളുടെ പുറത്ത് യാത്ര ചെയ്യുന്ന സപ്തമാതൃക്കളെയാണ്. ആ ദിവ്യ തേജസ്സിൻ്റെ ഉറവിടം അദ്ദേഹത്തിൻ്റെ ദിവ്യദൃഷ്ടിയിൽ കണ്ട് മനസ്സിലാക്കി പരശുരാമന് വേണ്ടിയിട്ട് ജലം വഴിമാറി കൊടുത്തതോടെ ആമകൾക്ക് സഞ്ചരിക്കാനാവാതെയായി. അങ്ങനെ ആമ നിന്ന സ്ഥലത്ത് പരശുരാമന്റെ നിർദ്ദേശപ്രകാരം സപ്തമാതൃക്കളെ പ്രതിഷ്ഠിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ആമ നിന്നയിടം കാലക്രമേണ ആമേടയായി അറിയപ്പെട്ടു. ഇവിടെ മന്ത്രോപദേശത്തോടെ പൂജാവിധികൾ ക്രമപ്പെടുത്തി തലമുറകളായി ആരാധന നടത്തിപ്പോരുന്നൊരു ക്ഷേത്രമാണ്. ശ്രീ പരശുരാമനാൽ കൊളുത്തപ്പെട്ട ഒരു ദീപം ഇന്നും ക്ഷേത്ര ശ്രീകോവിലിൽ അണയാതെ നിൽക്കുന്നുണ്ട്. അതിലെ എണ്ണയാണ് സർവ്വരോഗങ്ങൾക്കും പ്രതിവിധിയായി ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്ന വിളക്കിലെണ്ണ. ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സപ്തമാതൃക്കളുണ്ട്, നാഗരാജാവും നാഗയക്ഷിയുണ്ട്, ജലയക്ഷിയുണ്ട്, വെട്ടത്ത് വിഷ്ണു, ഭദ്രകാളി എന്നിവരാണ് കേട്ടോ. ഇതിലെ ജലയക്ഷിയെ പറ്റി അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമാണ് തോന്നിയത്. സപ്തമാതൃക്കൾ ജലത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ അവരുടെ സേവികയായ ജലയക്ഷി ഇപ്പോഴും വേമ്പനാട്ട് കായലിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആരാണ് ആ ജലയക്ഷി എന്ന് നിങ്ങൾക്കറിയോ? അറിയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ആമയാണ് ജലയക്ഷി. ക്ഷേത്രക്കുളത്തിൽ ധാരാളമായി ആമകളെ കാണാവുന്നതാണ് നമുക്ക്. ഇനി ഇവിടുത്തെ മെയിൻ പൂജകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മീനമാസത്തിലെ മകീര നക്ഷത്രത്തിൽ കൊടികയറി പൂരം, വലിയ വിളക്കും ഉത്രം ആറാട്ടുമാണ് മെയിൻ ഉത്സവമായിട്ട് വരുന്നത്. പിന്നെ ആയില്യ ദർശനമുണ്ട്, അതേപോലെ കാർത്തിക പൂജ, ഭഗവതി സേവയും ഗുരുതിയും ഒക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട പൂജകൾ. അതേപോലെ ആയില്യം ഇടി എന്ന് പറയുന്ന ഒരു വഴിപാടുണ്ട്, വിശേഷാൽ വഴിപാട്. കാർത്തിക പായസമുണ്ട്, സർപ്പബലിയും അഷ്ടനാഗ പൂജയുണ്ട്. അതേപോലെ തന്നെ ഒരു വഴിപാടാണ് കിണ്ടിയെറിയലും പൂവട്ടക കമഴ്ത്തലും എന്ന് പറയുന്നത്. ഗുരുതി പൂജയുണ്ട്, മുറജപമുണ്ട്, വാരം അന്നദാനം ഉണ്ട്, പുള്ളുവൻ പാട്ടുണ്ട്. ഇതിൽ കിണ്ടിയേറിയൽ ജലയക്ഷിക്കും പൂവട്ടക കമഴ്ത്തൽ സപ്തമാതൃക്കൾക്കുമാണ് നടത്തുന്നത്. ഈ രണ്ട് വഴിപാടുകളുടെയും ഫലം ഇഷ്ടസന്താന ലബ്ധിയാണ്. ഈ ക്ഷേത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ മകം പോഡ്കാസ്റ്റ് ഫോളോ ചെയ്യൂ.